നെസ്ലിന്റെ പടം എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു കണ്ടുനോക്കാം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷ പോവാതെ ഇരിക്കുക എന്നുള്ളത് മാത്രമേ. സ്റ്റാർഡം ഫീൽ വന്നു ടിക്കറ്റാക്ക എന്റെ ഡാഡി കുറച്ച് റിച്ചാന്നറിയാലോ. നെസ്ലിന്റെ അപ്ന ഫ്രൈഡേ പ്രേമലു അതൊരു ഫ്രൈഡേ ആയിരുന്നു. ഇനിയും അങ്ങനെ ഒത്തിരി ഫ്രൈഡേ ഉണ്ടാവട്ടെ. ലോക വ്യാഴാഴ്ച ഇറങ്ങിയത് വ്യാഴം ഉണ്ടാവട്ടെ. മുകുന്ദനുണ്ണി ലൈഫിലുണ്ടാക്കിയ ഇമ്പാക്ട് ബ്രീഫായിട്ട് പറഞ്ഞു. വിളിച്ചപ്പോ ഫോൺ എടുത്തു, അതുകൊണ്ടാണ് അടുത്ത റീസെന്റ് ഏറ്റവും ഹാർഡ് വർക്ക് ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ നെസ്ലിൻ എന്ന് പറഞ്ഞു. ഷോബി മാസ്റ്ററിന്റെ അസോസിയേറ്റ്സ് ആണ് അവര് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക്. അപ്പടിയെ അത് ടേക്കിൽ അടിച്ചിട്ടുണ്ട്. സൂപ്പർ സക്സസ് സ്റ്റോറി കാണിക്കണം എന്ന് തോന്നാൻ കാരണം ഞാൻ ഒരിക്കലും ടേസ്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ്. എനിക്ക് അറിഞ്ഞൂടെ ഈ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞ ജോലി എന്താണ്. എന്റെ മനസ്സിൽ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുന്നത് വിനീതേട്ടന്റെ കൂടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ മുകുന്ദനുണ്ണി അസോസിയേറ്റ് ഇൻസ്പയർഡ് ഫ്രം നൈറ്റ് ക്രോൾ. കുഴപ്പമില്ല, അല്ല അതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ? ഡെഫിനറ്റ്ലി സിമിലാരിറ്റീസ് ഉണ്ട്. നൈറ്റ് ക്രോളർ എന്നേക്കാളും നല്ല പടമാണെന്ന് തോന്നുന്നു. അഭിനവ് പറഞ്ഞു നെസ്ലിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ എനിക്ക് അറിയാന്ന് പറഞ്ഞു. വൻ ലൈനപ്പാണ്, സീൻ ലൈനപ്പാണ്. പ്രഷറായി. Star Jam presented by Kalyan Jewellers. Kalyan Jewellers Anokhi Uncut Collections. Anokhi Collections le pastel stone jewelry series will go well with designer work. Sure item, നിങ്ങളാകും പാർട്ടിയിലെ സ്റ്റാർ. മോളിവുഡിൽ ഇവരുടെ ടൈമാണ്. മോളിവുഡ് ടൈംസിന്റെ ഡയറക്ടർ അഭിനവ്, ആക്ടർ നസ്ലിൻ. വെൽക്കം ടു കല്യാൺ ജുവലേഴ്സ് പ്രസന്റ് സ്റ്റാർ ജാം. താങ്ക് യു. അപ്പം അപ്ന ഫ്രൈഡേ ആയക. അപ്പം അഭിനവിന്റെ അപ്ന ഫ്രൈഡേ ഏതായിരുന്നു എന്ന് വെച്ചാൽ പറയും. ഇല്ല, ആദ്യത്തെ വന്നിട്ടില്ല. ആണോ? അത് മുകുന്ദന് വന്നിട്ടില്ല. ഹൈ ആണ്. അത് എപ്പോഴും പറയാറുണ്ട്. മുകുന്ദനുണ്ണി ഇറങ്ങിയ ഫ്രൈഡേ ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആ ഫ്രൈഡേ അല്ല. ഞാനും വിചാരിച്ചു അതായിരിക്കും ഉത്തരം വരിക. കറക്റ്റ് വരുന്നേ ഉള്ളൂ അല്ലേ? നെസ്ലിന്റെ അപ്ന ഫ്രൈഡേ ഏതായിരുന്നു? 3 ഡേറ്റ് ഉണ്ട് എന്റെ. 26 ജൂലൈ 2019 തണ്ണീർമത്തൻ. തീർച്ചയായിട്ടും അത് തന്നെ. അതാണോ? പിന്നെ മറ്റേ ഇതായിരിക്കും മധുരരാജയുടെ ഡേറ്റ് ആണ്. പിന്നെ വേറൊരു ഡേറ്റ് 9th ഫെബ്രുവരി 2024 പ്രേമലു. ഓക്കെ, അതൊരു ഫ്രൈഡേ ആയിരുന്നു. ഇനിയും അങ്ങനെ ഒത്തിരി ഫ്രൈഡേ ഉണ്ടാവട്ടെ. പക്ഷെ ലോക വ്യാഴാഴ്ച ഇറങ്ങിയത് വ്യാഴം ഉണ്ടാവട്ടെ. അപ്പന വ്യാഴം. സൂപ്പർ. ഒരു ഹിന്ദി വാക്ക് വെക്കാൻ തീരുമാനിച്ചെന്താ? ജേക്സിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. അത് ക്യാച്ച് ഫ്രേസ് വേണം എന്നൊക്കെ. അപ്പം അങ്ങനെ ജേക്സും വിനായകും എടുത്തൊരു ഡിസിഷൻ ആണ് ഹിന്ദി വാക്ക് വെക്കാൻ. നെസ്ലിൻ എന്തോ പറയാൻ വന്ന? ഇല്ല, ഒന്നുമില്ല. ഒത്തിരി ഹിന്ദി പടത്തിൽ നിന്ന് നമ്മൾ അടിച്ചേക്കുന്ന ഉണ്ടോ? ചുമ്മാ ഇപ്പോഴത്തെ ട്രെൻഡ് റെഫറൻസ് കയറ്റുന്ന ട്രെൻഡ് ഉണ്ടല്ലോ. ഇപ്പൊ അതുപോലെ റെഫറൻസസ് കയറ്റി അതില് കോമഡി അങ്ങനത്തെ പരിപാടി ഉണ്ടോ? ഇല്ല. ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള സിനിമ. ലൈഫിൽ കുറെ എക്സ്പീരിയൻസ് ഒക്കെ ഇതിനകത്തിട്ടുണ്ട്. അതാണ് ചോദിക്കുന്നത്. ഒറിജിനൽ റൈറ്റർ റാമിന്റെയും അഭിനവിന്റെയും സിനിമാ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണോ നമ്മൾ നെസ്ലിലൂടെ കാണാൻ പോകുന്നത്? അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. മെയിൻലി ഇപ്പൊ പറഞ്ഞ പോലെ നമ്മളൊരു ക്യാരക്ടർ വൈസ് നോക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇൻപുട്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ട്. സ്റ്റോറി ഫിക്ഷൻ ആണ്. സ്റ്റോറി രാമുടെ ഒരു ഫിക്ഷൻ സ്റ്റോറിയാണ്. ഇപ്പൊ നെസ്ലിനെ വിളിക്കുകയാണ്. എന്നിട്ട് നെസ്ലിൻ നീ ഓക്കെ പറയുകയാണെങ്കിൽ ഞാൻ കഥ എഴുതും, നിങ്ങൾക്ക് ലേറ്റർ കഥ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ബാക്ക് ഔട്ട് ചെയ്യാന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണോ? അത് അവൻ അങ്ങനെയാണെന്ന് എനിക്ക് അറിയാം. അവൻ സ്ക്രിപ്റ്റിൽ ഭയങ്കര പെർട്ടിക്കുലർ ആണെന്നുള്ളത് എനിക്ക് ഭയങ്കര അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പൊ അവൻ്റെ അടുത്ത് ഈ പറഞ്ഞ പോലെ ഇവനെ വെച്ചിട്ടാണ് എനിക്ക് എഴുതേണ്ടത്. അതെനിക്ക് ഭയങ്കര ഷുവറായിരുന്നു. പക്ഷേ അത് പോയി സ്ക്രിപ്റ്റ് പറഞ്ഞിട്ട് അത് അവന് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അവൻ ചെയ്യുള്ളൂ എന്നുള്ളത് എനിക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വെച്ചു, നിന്നെ വെച്ചിട്ട് എഴുതുന്നത്, നീ എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് മാത്രം ഞാൻ എഴുതി തുടങ്ങുള്ളൂ എന്നുള്ളത്. എന്താ പറഞ്ഞ തിരിച്ചെന്താ പറഞ്ഞത്? എനിക്കും താല്പര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എനിക്ക് ഒത്തിരി ഇഷ്ടമായ പടമാണ്. പിന്നെ നമുക്കും അറിയാലോ ഈ പുള്ളിയുടെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണ്. അപ്പോൾ ഗോദയാണെങ്കിലും ഒരു ബേസിക്കലി എഡിറ്ററാണ്. അപ്പോൾ എനിക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു കോള് വന്നപ്പോൾ.
ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇനീഷ്യൽ ഒരു ഈ പരിപാടി okay കഴിഞ്ഞിട്ട് അതെ കഥ കേട്ട് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫ് ഒരു ക്ലിയർ ഇതുണ്ടായിരുന്നു, ബൗണ്ടഡ് ഫസ്റ്റ് ഹാഫ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് ഒരു വേഗമായിട്ടൊരു ഇത് പറഞ്ഞു ഇനീഷ്യൽ മീറ്റിംഗിൽ. പിന്നെ അത് കഴിഞ്ഞിട്ടും ഒരു വർഷം കഴിഞ്ഞിട്ടാണ് സ്ക്രിപ്റ്റ് അല്ലേ, 1.5 വർഷം കഴിഞ്ഞിട്ടാണ് മൊത്തം അതെ സ്ക്രിപ്റ്റിങ്ങിൽ നല്ലപോലെ സമയം എടുത്തിട്ടുണ്ട്. അതിന്റെ വൃത്തിയും കാണാനുണ്ട് ആക്ച്വലി. പേരടിപൊളിയായിട്ടോ, ഹോളിവുഡ് ടൈംസ് എന്നൊക്കെ പറയുന്നല്ലേ, മോളിവുഡ് ടൈംസ്. അത് കുറെ സമയം എടുത്തോ അതിൽ ലോക്കാവാൻ? ആദ്യമേ ഉണ്ട്, എന്നോട് പറയുമ്പോഴേ ഉണ്ട്. ഇങ്ങനെ എനിക്ക് എല്ലാം മറന്നു സംശയം ഉണ്ട് കേട്ടോ. ഇതിപ്പോ ഞാൻ ഇപ്പൊ ഒന്നും തലയിൽ കൂടി പോകുന്നുണ്ടാവില്ല ഈ ഒരാഴ്ചയൊക്കെ ആയിട്ട് 2 ആയിട്ട്. എന്താ ആലോചിക്കണേ? നമ്മള് വർക്ക് കുറേ ഉണ്ട്. അതിന്റെ മേലോട്ട് ഇത് തുടങ്ങിയിട്ട് എത്ര കാലം, ഇത് 2023 ജൂണിലാണ് ഞാൻ നസ്ലിനെ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രേമലു ഇറങ്ങിയിട്ടില്ല. പ്രേമലു ഇറങ്ങുന്നത് 8 മാസം അതിന് മുമ്പല്ലേ? അതിന് മുന്നേ ഞാൻ എഴുതി തുടങ്ങുന്നത്. ഇറങ്ങിയിരുന്നേ ചിലപ്പം ഒന്നുകൂടി ടഫ് ആയെന്ന് തോന്നുന്നുണ്ടോ? പ്രേമലു ഇറങ്ങിയിട്ടാണ് നസ്ലിനെ വിളിക്കുന്നത്? ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. ഈ സബ്ജക്ട് തന്നെയാണല്ലോ, ഈ കഥ തന്നെയാണല്ലോ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ അതിനു മുമ്പ് വരെ അങ്ങനത്തെ ഒരു ക്യാരക്ടറിലോ അങ്ങനത്തെ ഒരു കഥാ സിറ്റുവേഷനിലോ ഒന്നും പ്ലേസ് ചെയ്തിട്ടില്ല. എനിക്കും ഭയങ്കര ഫ്രഷ് ആയിരുന്നു. സിനിമ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു യങ്സ്റ്റർ വിനീത് മാധവൻ ആണോ? ആക്ടറെ കണ്ടിട്ടാണ് എഴുതാന്ന് പറഞ്ഞിട്ടുണ്ട്. നസ്ലിനെ എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇഷ്ടമായിരുന്നല്ല. അപ്പൊ അങ്ങനെയാണോ ആക്ടറെ എനിക്ക് ഒബ്സസ്ഡ് വിത്ത് ആക്ടർ എന്ന് പറയുന്നത്? അതുണ്ട്. ഞാൻ 2011 ആദ്യം ഞാൻ ഇത് 2011 ടൈമിൽ അത് ഫഹദിനെ മനസ്സിൽ വെച്ചിട്ട് ഒരു സാധനം എഴുതിയിരുന്നു. അന്ന് മറ്റേ എനിക്കൊന്ന് ചാപ്പാക്കുരിശോ ഒക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് പുള്ളിയോട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നു. അത് വർക്കൗട്ടായില്ല, അത് റൊമാൻസ് ആയിരുന്നു. പിന്നെ ഞാൻ ഇർഫാൻ ഖാനെ മനസ്സിൽ വെച്ചിട്ട് 2015 ഇർഫാൻ ഖാനെ അറിഞ്ഞുകൂടട്ടെ ഞാൻ ഉണ്ട് എന്നുള്ള. ഞാൻ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത് ഞാനിങ്ങനെ എൻ്റെ ഇമാജിനേഷനിൽ ഇർഫാൻ ഖാൻ എന്ന് പറഞ്ഞ് എഴുതിയതാണ്. അതുപോലെ എനിക്ക് നിവിനേട്ടനോട് ഭയങ്കര എനിക്കൊരു ഫാസിനേഷൻ തോന്നി. ബാംഗ്ലൂർ ഡേയ്സ് കണ്ടപ്പോൾ എനിക്ക് നിവിനേട്ടനോട് ഭയങ്കര ഒരു ഫാസിനേഷൻ തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ അത് പുള്ളിയുടെ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ മുകുന്ദനുണ്ണി എഴുതിയത്. അങ്ങനെ നസ്ലിനെ ഇതേപോലെ തന്നെ എനിക്ക് ജോയിൻജോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അവനൊരു ലീഡർ ഉള്ള ഒരു പടം ചെയ്യണം. പിക്ക് ചെയ്തു എന്ന് പറഞ്ഞത് എനിക്കും ഭയങ്കര എക്സൈറ്റിംഗ്. ജോയിൻജോ കണ്ടപ്പോഴാണ് എനിക്ക് ശരിക്കും ഞാൻ മുകുന്ദനുണ്ണിൻ്റെ ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ആ ഡബ്ബിങ് വിനീതേൻ്റെ ഡബ്ബിങ് ചെന്നൈയിലാണ് ഉണ്ടായിരുന്നത്. അപ്പം അവിടെ ചെന്നൈയിൽ ഡബിൻ്റെ ഇടയിൽ റിലാക്സ് ചെയ്യാൻ വേണ്ടി ഒരു പടം കാണാൻ നോക്കുമ്പോൾ ജോയിൻജോ എന്നൊരു പടം റിലീസായി. അത് പോയി കണ്ടപ്പോഴാണ് ഇത് നസ്ലിൻ ഭയങ്കര രസമുണ്ടല്ലോ, ഇവൻ ഭയങ്കര അടിപൊളിയാണല്ലോ. അപ്പം ഞാൻ അത് കഴിഞ്ഞ അപ്പം തന്നെ മുകുന്ദുണ്ണിൻ്റെ കോറൈറ്റർ ഉണ്ട് വിമൽ ഗോപാലകൃഷ്ണൻ. അപ്പം നമ്മൾ വേറെ കഥകളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു നസ്ലിനെ വെച്ചൊരു ലീഡറുള്ളൊരു പരിപാടി പിടിക്കാം, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾ ആ സമയത്തൊരു യങ് ഡിറ്റക്റ്റീവിൻ്റെ കഥകളൊക്കെ ഇങ്ങനെ ആലോചിച്ചു നസ്ലിനെ വെച്ചിട്ട്. ഇതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷേ അതൊന്നും വർക്കൗട്ടായില്ല. ഒരു യങ് ഡിറ്റക്റ്റീവ്, ഒരു 19 വയസ്സുള്ള ഡിറ്റക്റ്റീവൊക്കെ, അങ്ങനെ ഒരു സാധനമൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നു വിമലും ഞാനും. പിന്നെ അത് അത്രയ്ക്ക് പിന്നെ പോയില്ല മുന്നോട്ട്, കഥ ഡിസ്കഷൻ ഒന്നും പോയില്ല. പക്ഷെ അപ്പം തൊട്ടേ നസ്ലിനെ വെച്ചിട്ട് ചെയ്യണമെന്നിങ്ങനെ നസ്ലിൻ ലീഡ് റോളിൽ. അപ്പം അത് രാമുയുടെ കൂടെ നമ്മൾ പിന്നെ മുകുന്ദുണ്ണി റിലീസിന് ശേഷം രാമുവിനെ മീറ്റ് ചെയ്തു. രാമു ഞാനും പണ്ട് മുതലേ ഉള്ളൊരു ജേണി. നമ്മൾ അവൻ കോളേജിൽ എൻ്റെ ജൂനിയറായിരുന്നു. ഞാൻ എഡിറ്ററായി വർക്ക് ചെയ്ത പടത്തിൽ അവൻ അസിസ്റ്റൻ്റ് ആയിട്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ വർഷമായിട്ടുള്ളൊരു ജേണിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും മുകുന്ദുണ്ണിക്ക് ശേഷം കണ്ടപ്പോൾ വെറുതെ കണ്ടപ്പോൾ ഇങ്ങനെ കുറേ നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് വന്നപ്പോൾ ഫൈനലി നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു കഥയിലോട്ട് ഇറയവായപ്പോൾ തന്നെ നസ്ലിൻ മതി. എനിക്ക് ആ ജോ പിക്ക് ചെയ്തു എന്ന് പറഞ്ഞത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ ഇഷ്ടമായതായിരിക്കും. അല്ല എനിക്ക് അരുൺ ചേട്ടനോട് അല്ല, അത് ജോയൻജോ കണ്ടിട്ട് ഈ ക്യാരക്ടർ എന്നല്ല, ജോയൻജോ കണ്ടിട്ട് പുള്ളിനോട് എനിക്ക് ഇവന് ഭയങ്കര ഒരു ഓറ ഉണ്ട്. ഭയങ്കര ഫീൽ എനിക്ക് എല്ലാം ഭയങ്കര ഇഷ്ടമായി. അവന്റെ ഒരു അനിയനെ പോലെ ഭയങ്കര ഇഷ്ടമാണ്. അല്ല അഭിനയിച്ച് കഴിഞ്ഞപ്പോ വിചാരിച്ചായിട്ടും ബെറ്ററാണ്. അതെ, ഞാൻ വിചാരിച്ചായിട്ടും മച്ച് ബെറ്ററാണ്. എങ്ങനെയുണ്ട് ആസ് ആൻ ആക്ടർ? വെരി ഗുഡ്. ഒരുപാട് ഡയറക്ടേഴ്സിനൂടെ വർക്ക് ചെയ്തു. അഭിനവിന്റെ പ്രത്യേകത എന്തായിരിക്കും? നസ്ലിൻ സീൻസൊക്കെ നമ്മൾക്ക് പറഞ്ഞു തരുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഒരു ട്രീറ്റ് ചെയ്യുന്നതാണെങ്കിലും ഇപ്പോൾ ഒരു അവിടെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോൾ ഒരു ആ നമ്മൾ ബാത്റൂമിലത്തെ സീനൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കുറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഐഡിയാസ് ഇങ്ങനെ എപ്പോഴും എന്തെങ്കിലും ആലോചനയിലായിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. എന്നിട്ട് ആ നടത്തത്തിൻ്റെ ഇടയിൽ പകുതി വെച്ച് നമ്മുടെ അടുത്ത് വന്നിട്ട് എടാ ഇങ്ങനെ ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്, എങ്ങനെ ഉണ്ടാവും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര അതെ
അത് ഭയങ്കര രസവും ഉണ്ടാവും, നമ്മൾ ആലോചിക്കില്ല. പിന്നെ ഭയങ്കര പെർട്ടിക്കുലറാണ്, ഭയങ്കര പ്രൊഫഷണലാണ്, വർക്ക് ചെയ്യാൻ ഭയങ്കര സ്മൂത്താണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടേണ്ട കാര്യങ്ങൾ അതെ 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 കുറച്ച് എക്സ്ട്രാ കട്ട് പറയാൻ സമയം എടുക്കും ഞാൻ കേട്ടിട്ടുണ്ട്. അത് ശരിയാണ്. അതായത് ഞാൻ പക്ഷെ അതറിഞ്ഞില്ല. അറിഞ്ഞില്ല, നമ്മളറിയില്ലല്ലോ. അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് കട്ട് ലേറ്റ് ആയിട്ട് വിളിക്കുള്ളൂ. സാധനങ്ങൾ കിട്ടുമോ അത് അങ്ങനത്തെ ഉണ്ട്, പടത്തിലും ഉണ്ട്, മോളിവുഡ് ടൈംസിലും ഉണ്ട്. പറയണ്ട. ഇതാണ് ഇപ്പൊ അഭിനവ് പറഞ്ഞു നെസ്ലിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ എനിക്ക് അറിയാന്ന് പറഞ്ഞു. എങ്ങനെയാ നെസ്ലിൻ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യണേ? സാധനം പറയട്ടെ, ആ നസ്ലിൻ ഫൈനലി ഷൂട്ട് തുടങ്ങുന്ന ഓക്കെ പറയുന്ന വരെ ഞാൻ മനസ്സിൽ ഒരു 50% മനസ്സിൽ വെച്ചുള്ളൂ. പ്രീ പ്രൊഡക്ഷൻ തുടങ്ങി, എന്നാലും ഞാൻ ആലോചിക്കും ഇവൻ ഇനി നോ പറയൂ. ഇതാണ് എന്റെ മനസ്സിൽ ഫുൾ ടൈം. അതെ, അങ്ങനത്തെ ഒരു മനുഷ്യനാ. എന്തൊക്കെയാ അപ്പൊ ആ സ്ക്രിപ്റ്റ് എന്ന് കേട്ട അതിന്റെ പ്രോസസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് വേണം വേണ്ടെന്ന് തീരുമാനിക്കുന്നത്? ഇല്ല, നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇനീഷ്യൽ ഡിസ്കഷനിൽ ഉണ്ടാകുന്ന കൺഫ്യൂഷൻസ് നമുക്ക് സോർട്ട് ആവുന്നുണ്ടോ അല്ലെങ്കിൽ അത് റെക്ടിഫൈ ആവുന്നുണ്ടോ എന്നുള്ളത് ഞാൻ നോക്കുന്ന ഒരു കാര്യമാണ്. അത് അതിൻ്റെ മറ്റേ ഷൂട്ടിൻ്റെ സമയത്ത് അല്ലെങ്കിൽ അതിനോട് അടുക്കുമ്പോഴും ആ ഇനീഷ്യൽ കൺഫ്യൂഷൻസ് അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ച് പ്രശ്നമാണല്ലോ. നമ്മളെന്തായാലും പോകെ പോകെ ഇത് നന്നാക്കി കൊണ്ടുവരാനല്ലേ ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ സ്ക്രിപ്റ്റ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ അതാണല്ലോ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ അതില് ഇപ്പൊ പറ്റുന്നത്ര ഇപ്പൊ ഇതുവരെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പൊ ഇൻസിഡന്റ് ഞാൻ പറയാം, ഇൻട്രസ്റ്റിംഗ്. ഇത് പക്ഷെ ഞാൻ എന്നിട്ട് പറയുകയും ചെയ്തു, ചേട്ടാ ഏത് പടം ഞാൻ ചെയ്തില്ലെങ്കിലും ഈ പടം ഞാൻ എന്തായാലും ചെയ്യും. അതെ, അല്ല ഞാനൊരു ഇൻസിഡന്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മള് ഫസ്റ്റ് ഹാഫ് ഇവനെ നെറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പ്രേമലു റിലീസ് ആവുന്നതിന് മുന്നേ ഉള്ളത് പിന്നെ ഓക്കെ എഴുതിക്കോന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പ്രേമലു റിലീസ് ആയതിനു ശേഷം പിന്നെ നമുക്കൊരു ടെൻഷനായി, ഇനിയിപ്പോൾ ഇനി അവനെ ആക്സെപ്റ്റ് ചെയ്യും, ഇനി ഓക്കെ മുന്നേ പറഞ്ഞാൽ ഇനിയിപ്പോൾ ആക്സെപ്റ്റ് ചെയ്യും, ഒരു പേടിയായി. അപ്പം ഫസ്റ്റ് ഹാഫ് ആയെങ്കിൽ ഫസ്റ്റ് ഹാഫ് അവനടുത്ത് പറഞ്ഞിട്ട് അവൻ ഓക്കെ ആണ് നമുക്കൊരു അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യാം. ഇത് തന്നെ ലോകിക്കും ഉണ്ടായിരുന്നു, അവർക്കും ഉണ്ടായിരുന്നു ഈ പേടി, ഞാൻ ക്യാരക്ടർ ഒന്ന് ചെയ്യോ എന്നുള്ളത്. അപ്പം അത് കാരണം നമ്മൾ ഓക്കെ എന്നാൽ പെട്ടെന്ന് തന്നെ പോയിട്ട്, പക്ഷേ ഫസ്റ്റ് ഹാഫും കംപ്ലീറ്റ് ആയിരുന്നല്ലോ. 2-3 ഏരിയാസ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായില്ല. ഫസ്റ്റ് ഹാഫ് കുറച്ചുകൂടെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആഷിക വിളിക്കുന്നത്, എടാ അബി പെട്ടെന്ന് തന്നെ നസിൻ്റെ അടുത്ത് പോയി പറ, അവൻ ഓക്കെ എടുത്ത് നമുക്കൊരു അനൗൺസ്മെന്റ് ചെയ്യാം. ഓക്കെ ശരി ആയിക്കോട്ടെ. ഞാൻ രാമു എടുത്ത് നമ്മൾ ഈ 3 ഏരിയാസ് എന്ത് ചെയ്യും, ഇതും അപ്പോൾ കുഴപ്പമില്ല. രാമു പറഞ്ഞു അതൊന്ന് സ്കിം ചെയ്ത് പോയാൽ മതി. അത് പുള്ളിയുടെ അങ്ങനെ എന്നിട്ട് ഞാൻ നറേറ്റ് ചെയ്തു. കഴിഞ്ഞിട്ട് പുള്ളി എക്സാക്ട്ലി 3 ഏരിയ തന്നെ ചോദിച്ചു. ഈ 3 ഏരിയ സ്ക്രിപ്റ്റ് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുന്ന ഒരു എനിക്ക് ഈ മെച്ചൂരിറ്റി ഉണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഭയങ്കര പ്രോസസ് എന്തെങ്കിലും ഉണ്ടോ, ആരെങ്കിലും ഡിസ്കസ് ചെയ്യോ? ഇല്ല, സ്വന്തം നമ്മുടെ സ്വന്തമായിട്ട് തന്നെ കോളാണ്. അതെ, ഡയറക്ടേഴ്സ് ആക്ടറാണോ നെസ്ലിൻ? അതെ തീർച്ചയായിട്ടും. ആണോ? ഡയറക്ടർക്ക് എന്താ പറയുക? ആണ്, ഓഫ് കോഴ്സ്. പുള്ളി ഒരു രീതിയിലും നമുക്ക് നമ്മളടുത്ത് പിന്നെ സെറ്റിൽ വന്നതിന് ശേഷം പിന്നെ ഒരു രീതിയിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് മുന്നേ നമ്മൾ സ്ക്രിപ്റ്റ് പറയുമ്പോൾ എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിക്കുന്നല്ലാതെ ഭയങ്കര പ്രൊഫഷണലാണ്. ലൈക്ക് നമുക്ക് എന്താണോ വേണ്ടത് നമുക്കത് ഈ പറഞ്ഞ പോലെ ചോദിച്ചിട്ട് ഇതാണോ എന്ത് ഡൗട്ട്സിന് അപ്പം തന്നെ ചോദിക്കും. എല്ലാ രീതിയിലും കോപ്പറേറ്റ് ചെയ്യുന്നൊരു ആക്ടറാണ്. നമുക്കൊരു ടെൻഷനും തരില്ല. രാവിലെ കറക്റ്റ് ടൈമിൽ വരും, കറക്റ്റ് ടൈമിൽ തിരിച്ചു പോകും. നമ്മൾ ആ സമയത്ത് ഇവരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ പാടില്ലല്ലോ. കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഷൂട്ടിന് മുമ്പ് റെക്ടിഫൈ ചെയ്യുക. അത് നമ്മൾ ഭയങ്കര ഡിസിപ്ലിനാണ്. അതന്നെ അപ്പം തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ടൈമിന് വരിക, ടൈമിന് പോകുന്നതൊക്കെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതും കൂടെ ആകുമ്പോൾ നമുക്ക് ഷൂട്ടൊന്നും അങ്ങനെ ഒരിക്കലും ആ രീതിയിൽ ഹാമ്പറും ആയിട്ടില്ല. ഒരാൾ സക്സസ് ആവുന്നതിന്റെ 3 രീതികൾ, ട്രയോളജി. 3 രീതികളല്ല, അത് ബേസിക്കലി 3 ടൈപ്പ് ആൾക്കാരെ കഥകൾ. അതിലൊന്ന് മുകുന്ദനുണ്ണി, രണ്ടാമത് ഇത് പരസ്പരം ബന്ധമില്ലാത്ത ഒരു ബന്ധമില്ല, കഥാപരമായിട്ട് ഒരു ചെറിയ സിമിലാരിറ്റി ഉണ്ടാവും. സക്സസ് സ്റ്റോറി കാണിക്കണം എന്ന് തോന്നാൻ കാരണം എന്താ? കാരണം ഞാൻ ഒരിക്കലും ടേസ്റ്റ് ചെയ്യാത്തൊരു കാര്യം അത്. ഞാൻ സക്സസ് ടേസ്റ്റ് ചെയ്തിട്ടില്ല. സക്സസ് ആയിരുന്നില്ലേ? കുഴപ്പമില്ലാതെ ഓടി, അത്ര ആവറേജ് എന്നൊക്കെയാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ട്സ് പറയുന്നത്. ടേസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മുകുന്ദനുണ്ണി എന്ന് വെച്ച് കഴിഞ്ഞാൽ
അത് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഇത് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല അല്ലെ? തിയേറ്ററിക്കൽ അതില്ല, കുറച്ചുകൂടി വേണം. കുറച്ചുകൂടെ കിട്ടുമായിരുന്നു. പക്ഷെ അതല്ലെങ്കിൽ ആ തീം വെച്ച് നോക്കുമ്പോൾ അതിലിപ്പോൾ കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള പടമാണ്. ആൾക്കാരെ ചില രീതിയിൽ അൺകംഫർട്ടബിൾ ആക്കും. അങ്ങനത്തെ പടങ്ങൾ ഭയങ്കര ഓടുന്നില്ല. ആ എക്സ്പെക്ടേഷൻ നമ്മൾ വെക്കേണ്ട ആവശ്യം. പക്ഷെ അതിന് കിട്ടേണ്ട ഒരു ഇത് കിട്ടിയിട്ടില്ല. ഉറപ്പായിട്ടും. പക്ഷെ അതിന് അത് കിട്ടിയിട്ടില്ല. ഇതുവരെ കാണാത്തൊരു പടമായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമായിരുന്നു. അപ്പോൾ സക്സസ് അല്ലാന്നല്ല കേട്ടോ, തിയേറ്ററിക്കലി സക്സസ് അല്ലാന്നല്ല പറയുന്നത്, അതിന് കുറച്ചുകൂടി വേണമായിരുന്നു. അല്ല പക്ഷെ അതൊരു ഞാൻ പറഞ്ഞത് എനിക്ക് പേഴ്സണലി സക്സസ് ആയി തോന്നിയിട്ടില്ല. അങ്ങനെയാണ് വിനീത് മാധവന്റെ 3 ലൈൻസ് ആണ്: ഹാർഡ് വർക്ക്, പാഷൻ, ടാലന്റ്, അല്ലേ? ഇത് 3 ഉണ്ടെങ്കിൽ ലൈഫിൽ എന്തും അച്ചീവ് ചെയ്യാൻ പറ്റും. റീസെന്റ് ഏറ്റവും ഹാർഡ് വർക്ക് ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ നസ്ലിൻ എന്ന് പറയും. ഭയങ്കര ഹാർഡ് വർക്ക് എല്ലാത്തിനും. റീസെന്റ് ചെയ്തത് എന്തിനാന്ന് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഡാൻസ് അല്ല, അത് കുറച്ച് പോയി. ഡാൻസ് വെച്ചാൽ പൊളിച്ച് നസ്ലിനെ പറയാതിരിക്കാൻ വയ്യ. താങ്ക് യു. ഹാറ്റ്സ് ഓഫ്. അറിയില്ല, അതെനിക്കും അറിയില്ലായിരുന്നു. ഡാൻസ് അത്ര ചെയ്യാത്ത ആളാണ് ചെയ്യണമെന്ന് അറിയില്ല ഇത് കാണുമ്പോ നമുക്ക്. നസ്ലിൻ പക്ഷെ പറഞ്ഞിട്ടുണ്ട് 2 വർഷം മുന്നേ എന്തുകൊണ്ടും, അതായത് മമിതയും എല്ലാവരും സ്റ്റേജിൽ ഡാൻസ് കളിച്ചപ്പോൾ എനിക്ക് കുറച്ചും കൂടി പഠിച്ചിട്ട് തിരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ഗംഭീര. എനിക്കത് അന്ന് മുതൽ ഞാൻ മനസ്സിലൊക്കെ ഉണ്ട് പേടി, ഒരു ഡാൻസ് കളിക്കുന്ന ക്യാരക്ടറോ അല്ലെങ്കിൽ ഡാൻസ് നമ്പറൊക്കെ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഥ ആവശ്യമായിട്ടുള്ള സിറ്റുവേഷനിൽ ഡാൻസ് ഒക്കെ വരാലോ, ഡാൻസും പാട്ടും ഇതൊക്കെ വരാലോ. അപ്പൊ അത് ഉണ്ടായിരുന്നു, ചെയ്തെടുക്കണം എന്നുണ്ടായിരുന്നു. സമയം എടുത്ത എങ്ങനെ പഠിച്ചെടുത്ത? 2 ദിവസത്തെ മൈക്കിൾ ജാക്സന്റെ സ്റ്റെപ്പ് ഒക്കെ ഉണ്ടല്ലോ, അതെ കിട്ടിയുള്ള സമയം. അപ്പൊ പ്രാക്ടീസ് പ്രോസസ് എന്തൊക്കെയാണ്, എങ്ങനെ പഠിപ്പിച്ചെടുത്ത്? ഞാൻ ഉണ്ടായതില്ല പ്രാക്ടീസ് സമയത്തൊന്നും. കൊറിയോഗ്രാഫറിന്റെ അസിസ്റ്റൻസ് അല്ലേ? അവര് വന്നിട്ട് അത് പ്രദീപും മാർക്ക് എന്ന് പറഞ്ഞിട്ട് ഷോബി മാസ്റ്ററിന്റെ അസോസിയേറ്റ്സ് ആണ് അവര് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക്. അവർ 2 പേരും. ഡാൻസ് കോൺഫിഡൻസ് ആയോ? ഇനി അവരാണ് സൂപ്പറാ അപ്പടിയെ അത് ടേക്കിൽ അടിച്ചിട്ടാ സൂപ്പർ. ഓക്കെ. കമന്റ്സ് ഇഷ്ടംപോലെ വരുന്നുണ്ട്. അതിലൊരു കമന്റ് DQന്റെ ആൾക്കാർക്ക് ലുക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ലോങ് ഷോട്ടിലുണ്ട്. താങ്ക് യു. അപ്പം ഇൻഡസ്ട്രിന്നൊക്കെ വിളിച്ച അഭിനന്ദനങ്ങൾ ഉണ്ടായിരുന്നു നസ്ലിന്റെ ഡാൻസ് എന്ന് പറഞ്ഞിട്ട്. ഇല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അറിയുന്ന ആൾക്കാർ മെസ്സേജ് ഒക്കെ അയച്ചായിരുന്നു ഇതേപോലെ. അത് അമലേട്ടന്റെ അവിടെ ഷൂട്ട് നടക്കും, അമലേട്ടന്റെ പടം ഷൂട്ട് നടക്കുമ്പോഴാണ്. അപ്പൊ അവിടെ എല്ലാവരും ഒക്കെ ചാക്കോച്ചൻ മെസ്സേജ് അയച്ചു. അതാണ് എനിക്കൊരു അതെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. അതെനിക്കൊരു ഗുരുവേ അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. അതെ അതെ. അഭിനവന് ഇത് കണ്ടു കഴിഞ്ഞപ്പോ എന്താ തോന്നിയ? എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് ഇവന് ഈ ഒരു ഞാൻ മനസ്സിലിങ്ങനെ ഒരു സാധനം ഇങ്ങനെ ഈ ഇവന്റെ ഡാൻസും ഇവന്റെ എനിക്ക് ബേസിക്കലി എന്റെ മനസ്സിൽ ഇവൻ ഒരു ഈ ബ്ലേസറൊക്കെ ഇട്ടിട്ട് ഒരു പരിപാടി വേണം. എനിക്ക് പണ്ട് ഷാറുഖ് ഖാന്റെ സോങ്സ് ഒക്കെ ഇല്ലേ, അതുപോലെയൊക്കെ എനിക്ക് വേണമെന്ന്, എനിക്ക് അങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ സോങ് വന്നത്. ഇവരായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ബോണ്ടിങ് എന്താന്ന് പറയണം? വിനീത് ശ്രീനിവാസൻ എൽഡർ ബ്രദർ, ചന്തു ബെസ്റ്റ് ഫ്രണ്ട്, ചന്തു, സംഗീതട്ടൻ, റോഷൻ, അതേപോലെ നിങ്ങളുടെ ടീമില് പുള്ളിയായി. അതെ അതെ. ചില്ലിങ് ഇപ്പൊ നിങ്ങൾ ഒരുമിച്ചാണോ? ഉറപ്പായിട്ടും. എവിടെയാണ് നിങ്ങളുടെ ചന്തുന്റെ വീട്ടില്? അവിടെ പനമ്പിള്ളിയിൽ അവന് വീടുണ്ട്. അപ്പൊ അല്ല അവിടെ ഒരു ബാച്ചിലർ പാഡ് ഉണ്ട്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ലോക ടീമും വരാറുണ്ട്. പിന്നെ അതല്ലെങ്കിൽ തന്നെ എന്റെ വീട്ടിലും വരാറുണ്ട്. ഞങ്ങള് ഫ്രീക്വന്റ് ആയിട്ട് കാണുന്ന ആൾക്കാരാ. ഇപ്പൊ ചന്തും സംഗീതേട്ടനൊക്കെ ഒത്തിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ തണ്ണീർമത്തം മുതൽ അറിയുന്നതാണല്ലോ. അപ്പൊ ഞാൻ ഓരോ സിനിമകൾ പറയും, ഇത് കരിയറിനെ എങ്ങനെ ഇമ്പാക്ട് ചെയ്തെന്ന് പറയണം, എന്ത് മാറ്റം ഉണ്ടാക്കിയ. മധുരരാജ എങ്ങനെ വന്ന്? അല്ല അതാണ് ഒരു എക്സ്പീരിയൻസ്, ഒരു സിനിമ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതാണ്. ഫസ്റ്റ് മൊത്തം കാണുന്നത് ആദ്യമായിട്ടൊരു സെറ്റിൽ വന്ന് നിൽക്കുന്നത് മധുരരാജയാണ്. തണ്ണീർമത്തം ദിനങ്ങൾ. കരിയർ, പുതിയൊരു കരിയർ
തുറന്നു തന്നു. അതാണ് ഏറ്റവും ബേസ് അടിത്തറ എന്ന് പറയുന്നത് തണ്ണീർമത്തൻ. തിരയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അഗൈൻ ഞാൻ ഭയങ്കര യങ്ങായിരുന്നു, 22 വയസ്സോ അങ്ങനെ എന്തോ, 21 വയസ്സോ 22 വയസ്സോ. അപ്പം ആ സമയത്ത് എനിക്ക് അറിഞ്ഞൂടെ ഈ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞ ജോലി എന്താണ്. എൻ്റെ മനസ്സിൽ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുന്ന സമയത്ത് വിനീതേട്ടൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് അസിസ്റ്റന്റ് ഡയറക്ടർ. അവിടെ പോയപ്പോഴും മനസ്സിലാവുന്നത് ഇതൊന്നുമല്ല, വിനീതേട്ടൻ്റെ പണി എളുപ്പാക്കുക എന്നുള്ളതായിരുന്നു പണി എന്നുള്ളതാണ്. പിന്നെ അങ്ങനെയൊന്നുമില്ല. അപ്പോഴത്തേക്കും ബാലാജി മോഹൻ എന്ന് പറഞ്ഞ ഡയറക്ടർ, ആ സമയത്ത് ഞാൻ കുറേ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു, ഈ ഷോർട്ട് ഫിലിംസും ഒക്കെ എഡിറ്റ് ചെയ്യാൻ. അപ്പോൾ അതൊക്കെ പുള്ളി എന്നെ ഫോളോ ചെയ്യാറുണ്ട്, ബാലാജി മോഹനും ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ബാലാജി മോഹൻ്റെ രണ്ടാമത്തെ പടം ചെയ്യുന്ന സമയത്ത് പുള്ളി എന്നെ വിളിച്ചു, എഡിറ്ററായിട്ട് വിളിച്ചു. അപ്പോൾ തിരയുടെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്താണ് ബേസിലും ഞാനും ഇങ്ങനെ ഒരുമിച്ച് കിടന്നു വെച്ചാൽ നമ്മൾ ഒരു ADCL ഒരുമിച്ച് കിടന്നു. അപ്പം ബേസിലുണ്ട് പെട്ടെന്ന് ഒരു ദിവസം എന്നെ എണീപ്പിക്കുന്നത്. എണീപ്പിച്ചാൽ എടാ ബാലാജി മോഹൻ വിളിക്കണമെന്ന് നിന്നെ, ബാലാജി മോഹൻ വിളിക്കുന്നു. എന്നിട്ട് നോക്കുന്ന സമയത്തുണ്ട് ബാലാജി മോഹൻ്റെ മിസ് കോള്. അപ്പം സാധാരണ ഞാൻ തിരിച്ചു വിളിക്കുമ്പോഴാണ് ഈ എഡിറ്ററായിട്ട് വിളിച്ചത് എന്നെ. ബേസിലാണ് എനിക്ക് ഫോൺ തരുന്നത്. അടുത്ത പടം ഹോം എങ്ങനെ ഇമ്പാക്ട് ഉണ്ടാക്കി കരിയറിൽ? ഒരു ആദ്യമായിട്ടൊരു ഒരു പാൻ ഒരു സൗത്ത് അല്ലെങ്കിൽ OTT വൈഡർ ഓഡിയൻസിലേക്ക് എത്തിയ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി അങ്ങനത്തെ ഒരു റീച്ച് കിട്ടിയത് ഹോം. ആക്ടർ അല്ലേ? അതെ 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 തീർച്ചയായിട്ടും. ഓക്കെ. സൂപ്പർ ശരണ്യ ഭയങ്കര ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ്, ഭയങ്കര രസമാണ്. ഗിരീഷ് ചേട്ടൻ തന്ന വേറെ ഒരു നല്ലൊരു ക്യാരക്ടറാണ്. ഓക്കെ. നമുക്ക് ഇമ്പാക്ട് ആക്ച്വലി അറിയാം, പക്ഷെ നെസ്ലിന് ഇത് ഈ ഇമ്പാക്ട് എങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളതാണ് നമ്മുടേത്. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് ചോദിക്കുന്നത് പ്രേമലു. മറ്റേ അതൊരു ദിവസം ഇങ്ങനെ പിടിച്ചടിച്ച് അതെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ഒരു ഫീലിംഗ്, ഉച്ചയായപ്പോൾ ഒരു ഫീലിംഗ്, വൈകുന്നേരമായപ്പോൾ വേറെ ഫീലിംഗ്, പിറ്റേ ദിവസമാണ് അറിയുന്നത് ഇത് വേറെ കൈവിട്ടുപോയി എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ലല്ലോ, രാവിലെ റിലീസിന് മുമ്പ് നമുക്കിത് ടെൻഷനാണ്, ഇത് എന്തായിരിക്കും എന്നുള്ളത്. പിന്നെ പടം കണ്ടു വന്നിട്ട് നമുക്ക് ബ്ലാങ്ക് ആണ്, എന്താണ് എന്നുള്ളതൊന്നും അറിയില്ല. ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ഇത് കൊള്ളാം, ആൾക്കാർ നല്ലത് പറയുന്നുണ്ട് എന്നുള്ളതൊക്കെ. വൈകുന്നേരമായപ്പോൾ ഹിറ്റ്, സൂപ്പർ ഹിറ്റ്, ബ്ലോക്ക് ബസ്റ്റർ എന്നുള്ള രീതിയിൽ അത് അങ്ങ് പോയി കയറിപ്പോയി. സ്റ്റാർഡം ഫീൽ വന്നു അപ്പോഴേലും എനിക്ക് അറിയില്ല. ഇല്ല, ഇനിയും നല്ലതായിട്ട് ചെയ്യാന്നുള്ളതാണ്. നല്ല നല്ല ആൾക്കാരെ എന്റർടൈൻ ചെയ്യുക, പ്രേക്ഷകർക്ക് ഇപ്പൊ ഒരു പ്രതീക്ഷയുണ്ട്. നെസ്ലിന്റെ പടം എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു കണ്ടു നോക്കാം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷ പോവാതെ ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സ്റ്റാർഡം ഫീൽ ചെയ്തോ? ഒന്നും ഫീൽ ചെയ്യിപ്പിച്ചിട്ടില്ല. സെറ്റിൽ അല്ല, സ്റ്റാർ ഫീൽ എനിക്ക് ഇവനെ കാണുമ്പോൾ കിട്ടാറുണ്ട്, പക്ഷെ ഇവൻ ഫീൽ ചെയ്യിപ്പിക്കാറില്ല. മുകുന്ദനുണ്ണി ലൈഫിലുണ്ടാക്കിയ ഇമ്പാക്ട് ബ്രീഫായിട്ട് പറഞ്ഞു. ഒന്നുമില്ല, വിളിച്ചപ്പോ ഫോൺ എടുത്തു, അതുകൊണ്ടാണ് എടുത്തത് ആയിരിക്കും. അല്ലല്ല, അതുകൊണ്ടൊന്നും ആയിരിക്കില്ല. എഡിറ്റും ചെയ്തിട്ടില്ലേ കമോൺ. പക്ഷെ എന്നാലും മുകുന്ദനുണ്ണി ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസം അതുണ്ട്, അതല്ലാതെ വേറെ വലിയ ഇമ്പാക്ട് ഒന്നും ക്രിയേറ്റ് ചെയ്തു. എനിക്ക് മാത്രമല്ല, അതിപ്പോ ആർക്കാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ കേട്ടോ. അതെ അതെ, അല്ലല്ല ഇവനെ പറഞ്ഞല്ല. ലോകം ഉണ്ടാക്കിയ ഇമ്പാക്ട് എന്താ? ഇതേപോലെ പാൻ വേൾഡ് ഈ ഒരു രണ്ടാമത്തെ 5 പാർട്ട് ഉണ്ടെന്നല്ലേ പറയുന്നത്. 3 ആവുമ്പോഴേക്കും ഏകദേശം അവിടെ എത്തുമായിരിക്കും. അല്ല, പാൻ ഇന്ത്യൻ എക്സ്പോഷർ ഭയങ്കരമായിട്ട്, അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാരെ കാണുന്നു. അതെങ്ങനെ അറിയാം പാൻ ഇന്ത്യൻ എക്സ്പോഷർ എനിക്ക് ആസ് എൻ ആക്ടർ കിട്ടി എന്നുള്ളത്? ഇപ്പൊ ഇവര് പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ അവിടെ ഒത്തിരി പേര് സംസാരിക്കുന്നുണ്ട്, നമ്മളെ പറ്റി ചോദിക്കുന്നുണ്ട്, നമ്മളെ വർക്ക് നെക്സ്റ്റ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അറിയാൻ അങ്ങനെ ചോദിച്ചറിയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ വർക്ക് അവർ കാണുന്നുണ്ട്. വിക്കി കൗശാലൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞു, എന്നെ കുറിച്ച് നല്ല നല്ല കാര്യങ്ങൾ കുറെ പറഞ്ഞു എന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ റൗണ്ട് ടേബിളിലും പറഞ്ഞിട്ടുണ്ട്, ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട് പുള്ളി ആക്ച്വലി. ഓക്കെ. ഇപ്പം ജിംഖാൻ എടുക്കുകയാണെങ്കിൽ തോക്കുന്ന നായകൻ, ഓക്കെ, ക്ലീഷേ ബ്രേക്കിംഗ്, പിന്നെ ഓഫ് കോഴ്സ് ഖാലിദ്, റഹ്മാൻ, ഇത് 3 അതിലൊരു ഹൈലൈറ്റ് ആയിട്ട് നെസ്ലിന് പറയുകയാണെങ്കിൽ പറയാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ
നെസ്ലിന്റെ വരാൻ പോകുന്ന കുറച്ച് പ്രൊജക്ടുകളുണ്ട്. വൻ ലൈനപ്പാണ്, സീൻ ലൈനപ്പാണ്. ഇതിൽ ഹൈലൈറ്റ് എന്താണ് നെസ്ലിൻ പറയണം? ചിലപ്പോൾ നമുക്ക് ഒരു പടത്തിൽ ഹൈലൈറ്റ് അമൽ നീരദായിരിക്കും, അദ്ദേഹത്തിന്റെ പടം എന്ന് പറയുന്നതായിരിക്കും ഹൈലൈറ്റ്. അങ്ങനെ എന്താണ് എന്ത് വേണമെങ്കിൽ പറയാൻ 4 പടമുള്ളൂ. ടിക്കിട്ടാക്ക ടിക്കിട്ടാക്ക ഇതേപോലെ അതൊരു ഭയങ്കരമായിട്ടുള്ള എക്സ്പെരിമെന്റൽ പടമാണ്. അത് ഭയങ്കര രസമുള്ള, കേട്ടപ്പോൾ ഭയങ്കര രസം തോന്നിയതും ഷൂട്ടിംഗ് സമയത്താണെങ്കിലും ഭയങ്കര ഫ്രഷ്നെസ് തോന്നിയൊരു പടമാണ്. അതിൻ്റെ വിഷ്വൽസ് ഒക്കെ ഭയങ്കര ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട്. ഭയങ്കര സോണി എന്ന് പറയുന്ന ക്യാമറാമാനാണ് ക്യാമറ ചെയ്തേക്കുന്നത്. പിന്നെ ഈ രോഹിത്തേട്ടൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഈ ബില്ലീസൊക്കെ കണ്ടിട്ട് എനിക്ക് പണ്ട് ഈ ബില്ലീസും ഈ ഓമനക്കുട്ടി ഫസ്റ്റ് പടം ആസിക്കാട് കൂടെ ചെയ്ത അതൊക്കെ കണ്ടിട്ട് എനിക്ക് രോഹിത്തേട്ടൻ്റെ വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇതായിരുന്നു. അപ്പോൾ ഞാനും എക്സൈറ്റഡ് ആണ്. അതിൻ്റെ ക്യാരക്ടറാണെങ്കിലും ഭയങ്കര വേറെ ഒരു തരത്തിൽ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ആസിക്കാട് ഒരു ആക്ഷൻ KGF ആണെന്ന് പറഞ്ഞ പോലത്തെ അങ്ങനത്തെ ഒരു വേറൊരു വേൾഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള പടമാണ്. എനിക്ക് അങ്ങനെ നമ്മളൊരു സൈഡിൽ കൂടി വന്ന് പോവും എന്നല്ലാതെ. ശരി, നമ്മുടെ ബാച്ചലർ പാർട്ടിയുടെ സെക്കൻഡ് പാർട്ട്. അതെ, അങ്ങനെ പ്രൊനൗൺസ് ചെയ്യാം. ഡോ എന്തായിരിക്കും എക്സൈറ്റിംഗ് പാർട്ട്? അതാണ് ഡോ ആണ്. അമലേട്ടൻ അമൽ സർ അമൽ നീരദ് എന്നുള്ളൊരു ഫാക്ടറാണ് അതിൽ തീർച്ചയായിട്ടും. അതാണ് എക്സൈറ്റിംഗ്. ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ കഴിഞ്ഞു, ഞങ്ങളുടെ പോർഷൻ കഴിഞ്ഞു. ഇപ്പൊ അവർക്കൊരു 3-4 ദിവസത്തെ ഷൂട്ട് എന്തോ ഉണ്ട് വേറെ. അതിന്റെ ഹെയർ സ്റ്റൈലാണോ? ഇതൊരു പടത്തിലുള്ള ഹെയർ സ്റ്റൈലല്ല, പക്ഷെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. മട്ടാഞ്ചേരി മാഫിയ അത് ഈ പറഞ്ഞ പോലെ കഥ കേട്ടു, അതിന്റെ സ്ക്രിപ്റ്റിംഗ് നടക്കുകയാണ്. ഭയങ്കര ഇതേപോലെ ക്യാരക്ടറാണെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. മമ്മൂക്കാട് കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഇതിനു മുമ്പും വന്നിട്ടുള്ള ഓഫേഴ്സ് എല്ലാം അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്നില്ല. അത് മറ്റു പല കാരണങ്ങളാൽ നടന്നില്ല. ഇങ്ങനെ പോയി രണ്ട് തവണ വന്ന് പോയതാണ്. അപ്പോൾ ഇത് നടക്കട്ടെ. സൂപ്പർ, ഉറപ്പായിട്ടും. അതെ, ഖാലിദ് റഹ്മാൻ ഫാക്ടർ ഇല്ലേ? പിന്നെ അത് പറയണ്ടല്ലോ. പിന്നെ വെറുതെ ഒരു ഹൈപ്പ് കൊടുക്കുന്നത്, ഹൈപ്പുള്ള ആൾക്ക് വെറുതെ ഹൈപ്പ് കൊടുക്കുന്നത്. അതില് മറ്റേ ജിംഖാനിൽ പറഞ്ഞ പോലെ ഇതിലെല്ലാം അധ്വാനം ഉണ്ട്, പണിയെടുക്കാൻ റെഡിയാണ് വന്നാൽ മതി, അങ്ങനെ എല്ലാം പറഞ്ഞ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. പണിയെടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. എന്താണ് ഐഡിയ? എടുക്കേണ്ടി വരും എന്തായാലും. മുകുന്ദനുണ്ണി 2 എന്റെ ചോദ്യം. പ്ലാൻസും പരിപാടികളൊക്കെ കണ്ടിരിക്കുന്നു. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് പാർട്ട് 2 പരിപാടികൾ എന്തൊക്കെയായി? ഡിസ്കഷൻ നടക്കുന്നു. നമ്മൾ ആദ്യം മുകുന്ദനുണ്ണി കഴിഞ്ഞ സമയത്ത് ഒരു കഥ നമ്മൾ മനസ്സിലുണ്ടായിരുന്നു. അത് നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്ത് തുടങ്ങി, പിന്നെ എക്സൈറ്റ്മെന്റ് പോയി. അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് വിട്ടത്. പിന്നെ അതിനുശേഷം മോളിവുഡ് ടൈംസ് ചെയ്തു. ഇനിയിപ്പോൾ വീണ്ടും വേറൊരു പുതിയൊരു ഐഡിയ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പാർട്ട് 2ലേക്കുള്ള. അപ്പോൾ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിമലുമായിട്ട് ഡിസ്കഷൻസ് ആഴ്ചയ്ക്ക് ഒരിക്കൽ നമ്മൾ കാണാറുണ്ട്, ഡിസ്കസ് ചെയ്യാറുണ്ട്. അത് നന്നായി വരും തന്നെ പ്രതീക്ഷിക്കുന്നു. ടോർപിഡോ അത് കുറച്ച് സമയമെടുക്കും. ആക്ച്വലി പ്രൊജക്റ്റ് കുറച്ച് സമയമെടുക്കും. ഇതേപോലെ ഒത്തിരി വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഫാദിക്കാണെങ്കിലും അർജുൻ ദാസ് എല്ലാവരുടെയും ഡേറ്റ്സിന്റെ മാത്രമല്ല, ആ പ്രൊജക്റ്റ് ഒന്ന് അത്രയും വലിയൊരു പ്രൊജക്റ്റാണ്. അപ്പൊ അത് എന്തായാലും കുറച്ചുകൂടി സമയമെടുക്കും. പിന്നെയാണ് സൂര്യ 47 സൂര്യയുടെ അടുത്ത പടം ചിത്തു മാധവൻ ഡയറക്ട് ചെയ്യുന്നു. ഷൂട്ട് അത് ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ആവേശം 3 തിയേറ്ററിൽ കണ്ടതാണ്. ആക്ച്വലി റിപ്പീറ്റ് വ്യൂയിങ് തിയേറ്ററിൽ പോയി കാണാൻ ആവേശം ഞാൻ 3 തവണ കണ്ടിന്യൂസ്. 2 തവണ മറ്റേ ഐമാക്സ് പോലത്തെ ഒരു സാധനമുണ്ട് ഇവിടെ, PXലല്ല, ക്യൂബിന്റെ ഒരു സാധനമുണ്ട് കോഴിക്കോട്. ആ സമയത്ത് ഞാൻ കോഴിക്കോട്ടായിരുന്നു. 2 തവണ ഞാൻ അവിടുന്ന് കണ്ടത്. 3ാമത് ഞാൻ വേറെ 2ാമത് പിന്നെയും കണ്ടു. ഞാൻ ഭയങ്കര വെയിറ്റ് ചെയ്യുന്ന പടം. എനിക്ക് മൊത്തം അതില് നടന്നുകൊണ്ടിരിക്കുന്നു. ഷൂട്ട് ഇപ്പൊ ഈ ജൂൺ ലാസ്റ്റോട് കൂടിയൊക്കെ ആയിട്ട് കഴിയും. പുള്ളിയുടെ ബാംഗ്ലൂർ കഥകളിലെ ബാക്കി ഓക്കെ രോമാഞ്ചം ആവശ്യമല്ല, ഒരു പുതിയൊരു പടമായിരിക്കും. പക്ഷെ ഭയങ്കര ലൈനപ്പ് അല്ലേ നെസ്ലിന്റെ? ഈ അപ്കമിങ് സിനിമകളുടെ ലൈനപ്പിനെ പറ്റി തന്നെ ചർച്ചയുണ്ട്. ഈ ക്രിയേറ്റേഴ്സിനൊക്കെ എന്നെ വെച്ച് ചെയ്യാൻ തോന്നിക്കുന്നത് എൻ്റെ ഭാഗ്യം. പിന്നെ ഇങ്ങനത്തെ പ്രൊജക്റ്റുകൾ ചെയ്യാൻ പറ്റുന്നതും എല്ലാം നടക്കട്ടെ. എന്തായാലും നമ്മളുടെ കഴിവിനെ ആൾക്കാർ
എന്താണ് അഡ്രസ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു സൂപ്പർ സന്തോഷമുണ്ട്. ഇതിനൊക്കെ ഈ പറഞ്ഞ സ്ക്രിപ്റ്റ് സെലക്ഷൻ പ്രോസസ്സ് വർക്ക് ചെയ്യാറുണ്ടോ നെസ്ലിന്? ഉറപ്പായിട്ടും അല്ലേ? ഉറപ്പായിട്ടും. എല്ലാ പടത്തിൻ്റെ ആണെങ്കിലും കഥ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് അതെല്ലാം ക്ലിയർ ആയിട്ട് തന്നെയാണ് ഓക്കെ ആവാറ്. കമന്റ് ഓൺ ദിസ് കമന്റ് എന്നാണ് ചിലരിടുന്ന കമന്റുകൾ ഞാൻ കൊണ്ടുവരും. അതിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ള വലിയ മോശം അത് കൊള്ളാം. മാന്യമായിട്ടുള്ള കമന്റാണ്. അപ്പം മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് ഇൻസ്പയർഡ് ഫ്രം നൈറ്റ് ക്രോൾ. കുഴപ്പമില്ല. അല്ല, അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ? ഡയറക്ടറുടെ അതിൽ ഡെഫിനറ്റ്ലി സിമിലാരിറ്റീസ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ് നൈറ്റ് ക്രോളർ. പക്ഷേ നൈറ്റ് ക്രോളറിനേക്കാളും നല്ല പടമാണെന്ന് തോന്നുന്നു. അപ്പൊ കുഴപ്പമില്ല, പറഞ്ഞോട്ടെ. അത് പക്ഷേ കോപ്പി എന്നൊക്കെ പറയുമ്പോൾ മാത്രം കുറച്ച് ദേഷ്യം വരാറുണ്ട്. ഇൻസ്പയർഡ് ഒക്കെയാണോ? പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിങ്ങനെ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത്ര കോംപ്ലക്സ് ആയിട്ട് മലയാളത്തിൽ തന്നെ എത്രയോ സെലിബ്രേറ്റ് ചെയ്യുന്ന പടങ്ങൾ ഇൻസ്പയർഡ് മാത്രമല്ല കോപ്പിയും കൂടിയാണ്. അതൊന്നും നിങ്ങൾ എടുത്ത് പറയുന്നില്ലല്ലോ. മൂന്നിന് ഇൻസ്പയർഡ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അത് പറയട്ടെ, അത് ആർക്കും പറയാം, എന്തും പറയാലോ. ഓക്കെ, നസ്ലിൻ കമന്റ്. പ്രേമലു 2 എന്തായി ബ്രോ? പ്രേമലു 2 ഒഫീഷ്യലി അവര് എന്തായാലും ഷെൽഫ്ഡ് ആയല്ലോ. അത് ദിലീഷ് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. റീസൺ അറിയോന്നുള്ളതാണ്. ചില സാങ്കേതിക കാരണങ്ങളല്ല, അല്ല അത് എന്തായാലും അതിന്റെ ഒരു പെർഫെക്റ്റ് ഇതിലേക്ക് ലാൻഡ് ആയില്ല. അപ്പോൾ അതെന്തായാലും ഭാവിയിൽ ചിലപ്പോൾ ഉണ്ടായിക്കൂടായില്ല. ഷെൽഫ്ഡായി പ്രൊജക്ട്. അപ്പോൾ സ്ക്രിപ്റ്റിംഗ് ഫേസിലാണോ? ഇപ്പൊ ഇല്ല. ഇപ്പൊ മറ്റേ കുടുംബത്തിലെ ടെക്നിക്കൽ സാങ്കേതികം എന്ന് പറഞ്ഞില്ലേ, സ്ക്രിപ്റ്റിംഗ് റിലേറ്റഡ് ആണ്. അതെ 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 അതെ. ആരടാ ചെക്കന് ഡാൻസ് അറിയില്ല എന്ന് പറഞ്ഞ ഒരു കമന്റാണ്. ബോളിവുഡ് ടൈംസിന്റെ അതിന് ഡയറക്ടറിനും കൈയടിക്കണം, ഡാൻസ് പഠിപ്പിച്ചവരും കൈയടിക്കണം. അല്ല, അതിൽ എനിക്ക് വലിയ റോളില്ല. ഡാൻസ് എഴുതി വെച്ച നസ്ലിൻ കല്യാണി കെമിസ്ട്രി. വാവ്. കല്യാണി അത് ഞങ്ങള് ഇതേപോലെ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ കല്യാണി പക്ഷെ ഇപ്പൊ ഒത്തിരി തിരക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഈ ക്യാൻസൽ പോകുന്നതിന് മുമ്പ് വരെ ഞങ്ങളെല്ലാവരും കൂടി മീറ്റ് ചെയ്ത് ലോക ടീം എല്ലാവരും മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ കാണാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്, ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക് എല്ലാവരും. അപ്പോൾ അതിൽ ഈ 2 ദിവസമൊക്കെ കൂടുമ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഇടും. അതെ, എന്തെങ്കിലുമൊക്കെ മെസ്സേജും ലൈഫ് അപ്ഡേറ്റ്സ് അറിയാറുണ്ട്. ബോളിവുഡ് ടൈംസ് അപ്ന ഫ്രൈഡേ ആയ ഡാൻസ് കണ്ടിട്ട് ഗ്രൂപ്പിൽ എന്താ മെസ്സേജ് വന്നത്? എല്ലാവരും നല്ലതാ പറഞ്ഞത്. എടാ ഇത് കൊള്ള, പിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്തു ആയിരിക്കുള്ളൂ, വലിയ കുഴപ്പമില്ലാതൊക്കെ അങ്ങനെ പറയാൻ. അല്ല, ഇവര് നല്ലതാ പറഞ്ഞേ. ഡൊമിനിക്കേട്ടനൊക്കെ നല്ലതാ പറഞ്ഞേ. DQ എല്ലാം പറഞ്ഞോ? ഇല്ല ഇല്ല ഇല്ല, കണ്ടിട്ടുണ്ടാവില്ല. ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അഭിനവ് പറഞ്ഞ പോലെ തന്നെ മമ്മൂക്കയ്ക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഫാമിലിയിൽ എല്ലാവർക്കും ഇഷ്ടമാണെന്ന്. എന്തോ എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഓക്കെ, നമ്മുടെ ക്ലബില് ഇതിനു മുമ്പ് വിനീത് ചാക്യാർ വന്നപ്പോ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്. എന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്നതല്ലേ? കേട്ടിട്ടുണ്ട്, അഭിനവ് കേട്ടിട്ടുണ്ടാവില്ല. ബാക്കി എല്ലാവരും കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിച്ചിരുന്നു. നസ്ലിനെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിച്ചൊന്നുമില്ല ഞങ്ങള്. നമുക്ക് ഇത് പടത്തിന് നായകനായിട്ടുണ്ടായിരുന്നില്ല. മാത്യുവിനെ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നായകനെ നമ്മൾ അന്വേഷിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഗിരീഷിനോട് പറഞ്ഞു, ഇവനൊക്കെ നായകനാക്കാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ട് ഇവന്. അവൻ വരുമ്പോ തന്നെ ഞാൻ അവിടെ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇങ്ങനെ അപ്പൊ ഇങ്ങനോട് പറഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട, നീ പൊക്കോ. അല്ലേട്ടാ ഞാൻ അപ്പൊ അവന് മനസ്സിലായില്ല. സമയത്തൊക്കെ മറ്റേ കൊടുങ്ങല്ലൂർ പീക്കാണല്ലോ. കൊടുങ്ങല്ലൂർ ഭാഷ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ പോയിട്ട് വന്നു കഴിഞ്ഞാലോ എനിക്കത് പിന്നെയും കിട്ടും. ഇതിലാ പുള്ളി പറയുന്നുണ്ട് അതാണല്ലോ, കയ്യിന്ന് ഡയലോഗ് കൊറേ ഇട്ടിട്ടുണ്ട് തണ്ണീർമത്തലില്. അത് ഏതായിരുന്നു ആ ഡയലോഗ്? തണ്ണീർമത്തലില് ആക്ച്വലി ഡയലോഗ്സ് കുറവായിരുന്നു എനിക്ക്. അല്ല, ആ പറഞ്ഞൊക്കെ കൈ നിട്ടാണോ? ഈ എന്താണ്, എന്റെ ഡാഡി കുറച്ച് റിച്ചാന്നറിയാലോ, അതൊക്കെ ആ സമയത്തൊക്കെ വന്നാ. അതാ അതില് ആക്ഷൻ കൊണ്ട് ഇതെന്താണ് ആക്ഷൻ കൊണ്ട് ജീവിക്കണ ജീവി വന്നിട്ട് ജോർജ് പറയുന്നുണ്ട്. ആക്ഷൻസ് ആയിരുന്നു കൂടുതൽ. ആ ക്യാരക്ടറിനെ അങ്ങനെ ഇതാക്കാനായിരുന്നു പ്ലാൻ. പക്ഷെ നമ്മളത് വെറുതെ ഇരിക്കില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അവസാനമൊക്കെ ആയപ്പോഴേക്കും ജോമോൻ ചേട്ടനും പറയും,
മറ്റേ ബൈക്കിൽ പോകുന്ന ഇതില് അവളുടെ തള്ളനെ വിളിച്ച് തെറി പറയാന്നൊക്കെ പറയുന്നത്, തള്ള അമ്മേനെ വിളിച്ച് തെറി പറയാന്നൊക്കെ ഉള്ളത്. അത് ഇതേപോലെ ജോമോൻ ചേട്ടൻ എടാ എന്തെങ്കിലും പറഞ്ഞോ പറഞ്ഞിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് കുറച്ച് ഡയലോഗ്സ് ഇതേപോലെ ക്രിയേറ്റീവാണ് ആ പ്രായത്തിലെ. ക്രിയേറ്റീവിന്റെ അല്ല, അത് കറക്റ്റ് പിക്ക് ചെയ്തു എന്നുള്ളതാണ് ഗിരീഷ് ചേട്ടൻ. എന്താണ് മോളിവുഡ് ടൈംസ് കാണാൻ തിയേറ്ററിൽ വരാൻ പോകുന്നവരോട് ആസ് എ ഡയറക്ടർ പറയാനുള്ളത്? ആസ് എ ഡയറക്ടർ ഭയങ്കര ഫണ്ണായിരിക്കും, ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടുള്ള സിനിമയായിരിക്കും, എൻഗേജിങ് ആയിരിക്കും, എല്ലാ രീതിയിലും അത് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു ഫിലിമായിരിക്കും. അത് നസ്ലിന് വേണ്ടി അത് കാണാൻ പറ്റിയൊരു സിനിമയായിരിക്കും. നസ്ലിൻ്റെ ഒരു കൂടുതൽ പറയുന്നില്ല അവിടെ. നസ്ലിന് പേടിയാണ്. ഞാനും പറയുന്നില്ല അത്, പക്ഷേ അത് വന്നിട്ട് കാണട്ടെ എല്ലാവരും. ഇതിന് കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി എനിക്കാണെന്നുള്ളൊരു ഇതുണ്ടോ? അങ്ങനെ ഇതിന്റെ എല്ലാം ഞാനാണെന്ന് ഞാൻ പറയുന്നില്ല ഇതില്. അല്ല, ആ റിലീസിനോട് അടുക്കുമ്പോഴേ റെസ്പോൺസിബിൾ ആണ്. ഞാനും അഭിചേട്ടനും കുറച്ചുകൂടി മറ്റുള്ളവരെക്കാൾ കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആണ് പടത്തിന്. ഇതിന്റെ എന്താണെങ്കിലും നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഇവൻ ക്യാരി ചെയ്യുന്ന പടം, അപ്പം ഞങ്ങൾക്കായിരിക്കുള്ളൂ അതിന്റെ ഈ 2 ചുമലുകളിലേക്ക് തരിക എന്താണെങ്കിലും. ഇത് ഈ പറഞ്ഞ പോലെ അതാ, ഞങ്ങൾ മാത്രമല്ല ഈ പറഞ്ഞ പോലെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ്, എഡിറ്റിംഗ്, അല്ലെങ്കിൽ എല്ലാം ഉണ്ട്. ക്യാമറ, വിഷ്വന്റെ ക്യാമറ വർക്ക്, വിഷ്വന്റെ ബെസ്റ്റ് വർക്കാണ്. നമ്മൾ മാത്രം 2 പേരും വന്നു നിന്നിട്ട് കാര്യമില്ലല്ലോ. ഇവരെല്ലാവരും അതിന്റെ സിനിമ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും. പക്ഷെ പ്രേക്ഷകർക്ക് ഇതിന്റെ ഒരു തോന്നാൻ, അതിന്റെ ഒരു നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അത് കുറച്ച് കൂടുതൽ റെസ്പോൺസിബിൾ ആണ് ഞങ്ങൾ 2 പേരും. ഞാൻ സിനിമ കണ്ടിട്ടുള്ള ഒരാളാണ്, അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. സൂപ്പർ. മോളിവുഡ് ടൈംസിന്റെ ടൈം ആവട്ടെ റിലീസിന് ശേഷം. 100%. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു റാഫി.